കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല സാർ. ഞാനത് പറയട്ടെ സാർ. ഇത് മാത്രമല്ല സാർ, കോൺഗ്രസുകാരനെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ ഒപ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല സാർ. എന്തിനാണ് സാർ മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ എന്തിനാണ് സാർ ഷാജി ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? KM ഷാജിക്ക് എന്താണ് സാർ? ഷാജി എന്തിനു വേണ്ടിയാണ് സാർ ഇങ്ങനെ തുള്ളുന്നത്? ഇപ്പോ മുസ്ലിം ലീഗിന്റെ പേര് മാറ്റണമെന്നാണ് എന്റെ അഭിപ്രായം സാർ. ഇപ്പൊ മുസ്ലിം ലീഗ് അല്ല സാർ, ഇത് കുമ്മനം ലീഗായി മാറിയിരിക്കുന്നു. കുമ്മനം രാജശേഖരന്റെ പാരമ്പര്യമാണ്, അവരുടെ നേതൃത്വം അംഗീകരിക്കുന്നത്. RSSനെ ന്യായീകരിക്കുകയാണ്. ഇപ്പോ അതിലത്ഭുതമില്ല സാർ, അതിലത്ഭുതമില്ല. വനിതാ ലീഗിന്റെ പ്രസിഡന്റായിരുന്ന ഖമറുന്നീസ അൻവർ ഒരു മറയുമില്ലാതെയല്ലേ സാർ പറഞ്ഞത്? ഇത് ന്യായീകരിച്ചത് BJPയുടെ ഒരാള് നീട്ടിക്കൊണ്ടുപോയാൽ ബാക്കി എല്ലാവരും നീട്ടും. BJPയുടെ ഓഫാക്കേണ്ടി വരും. ഉദ്ഘാടനം ചെയ്യാൻ ഖമറുന്നീസ അതിനു മുമ്പൊരിക്കൽ ഷാജി ഇവിടെ നിന്ന് സംസാരിച്ച, ഇവിടെ നിന്ന് വികാരം പ്രകടിപ്പിച്ച KM ഷാജി ഈ നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയില്ല സാർ. ഇങ്ങനെ അപ്പൊ സ്വാഭാവികമായി എല്ലാവർക്കും ബോധ്യമാണ് സാർ, വോട്ട് കിട്ടാൻ മതം വേണം, കിട്ടിയാൽ പണം വേണം. അതാണ് സാർ കിട്ടിയാൽ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചാൽ പിന്നെ പണമാണ് വേണ്ടത്. പിന്നെ എന്തും ചെയ്യാം, കച്ചവടമാണ് സാർ വേണ്ടത്. ആ കച്ചവടം പുറത്തറിയാതിരിക്കാൻ വേണ്ടി മതത്തെ ഉപയോഗിക്കും, മതത്തെ ഒടിക്കാൻ വർഗീയത വേണം. വർഗീയതയും മതിയാകാതെ വരുമ്പോൾ തീവ്രവാദത്തെ കൂട്ടുപിടിക്കും. രാഷ്ട്രീയമായ പാപ്പരത്വമാണ് സാർ. ഈ കൊലപാതക രാഷ്ട്രീയം കേരളത്തെ അവസാനിപ്പിക്കണം എന്ന ആത്മാർത്ഥമായ ഒരു സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഈ ഗവൺമെന്റ് അതിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അത് സഹിക്കാത്തയാളും അപ്പുറത്ത് വന്ന് കുരച്ചിയാളും അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ ഗവൺമെന്റ് മുമ്പോട്ട് തന്നെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് 8 മിനിറ്റ് സംസാരിക്കും.